ഫെസിലിറ്റി. അതിനോടകം തന്നെ നമുക്ക് അതിന്റെ മെയിൻ്റനൻസ് നന്നായിട്ട് നടത്തണം. അതോടൊപ്പം തന്നെ നമ്മളുടെ സ്കൂളിന്റെ ജൂബിലി ആഘോഷവും വിദ്യാർത്ഥി അധ്യാപക സംഗമവും ഒക്കെ നടത്തണം. ഇതെല്ലാം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ചെയ്യാം. എല്ലായിടത്തും ഏതായാലും വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളതിന്റെ ഫണ്ട് ശേഖരണത്തിന്റെ ആദ്യത്തെ ഗഡു കൊട്ടിങ്ങാറ്റയിലെ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. സാറ് 27 വർഷം നമ്മുടെ സ്കൂളിൽ അധ്യാപകനായി 1967 മുതൽ. അന്ന് എനിക്ക് 1 വയസ്സേ ഉള്ളൂ, ഞാനിപ്പോൾ ഓർമ്മ. അപ്പം ദീർഘകാലം നമ്മുടെ സ്കൂളിന്റെ പ്രഥമാധ്യാപകനായി ശുശ്രൂഷ ചെയ്ത സാറിന്റെ കയ്യിൽ നിന്ന് തന്നെ ഇതിന്റെ സംഭാവനയുടെ ആദ്യ ഗഡു സ്വീകരിക്കുന്നതിന് ഞാൻ വലിയ സന്തോഷമുണ്ട്. കമ്മിറ്റി അംഗങ്ങളുടെ പേരിൽ പ്രത്യേകിച്ച് കുടുംബത്തിനോട് സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇത് കുരിച്ച് നല്ല വിധത്തില് ഒരു കുറവില്ലാതെ വരാനായിട്ടിടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും. സാറിനെ അതിന് സ്നേഹപൂർവ്വം സാറിലൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി എൻ്റെ ഭവനത്തിൻ്റെ വകയായി 50,001 രൂപ വികാരിയച്ഛനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സാറിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊന്നും പ്രാർത്ഥിച്ചോളാം. അച്ചാച്ചൻ്റെ സംഭാവനയായ 50,001 രൂപയ്ക്ക് പുറമെ എൻ്റെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് എന്ന നിലയിൽ എൻ്റെ സംഭാവനയായി 1,01,000 രൂപയും ഞാൻ വികാരിയച്ഛനെ ഏൽപ്പിക്കുന്നു.